കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വലിയ വൈറലായി മാറിയിരുന്നു സോഷ്യൽ മീഡിയയിൽ. ആരൊക്കെയാണ് ഫോട്ടോയിലെ നായകർ? ഫാത്തിമ തഹ്ലിയ നിയുക്ത MLA ആണ്, PK ഫിറോസ് നിയുക്ത MLA ആണ്, പിന്നെ മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരൊക്കെ ഉണ്ട്. UDYF-ന്റെ നേതാക്കളാണ്. അവർ വഞ്ചൂരിൽ കോടതിയിൽ ഒരു കേസിന് ഹാജരാവാൻ വന്നതാണ്. നേരത്തെ LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സമരം, ആ സമരത്തെ തുടർന്ന് എടുത്ത കേസ്, ആ കേസിലാണ് ഹാജരായത് കോടതിയിൽ. സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താണ്, കോൺഗ്രസിൻ്റെ ഭാഗമല്ല. വീണ്ടും MLA ആയി മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് നൽകിയില്ല. അതുകൊണ്ട് മുൻ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു സെൽഫി എടുക്കുന്ന ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. വൈറലാക്കിയത് ആരാണ്? ഒന്ന് ഫാത്തിമ തഹ്ലിയാണ്, മറ്റൊന്ന് PK ഫിറോസാണ്. രണ്ടുപേരും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം ചില വാചകങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയ എഴുതിയത് ഇങ്ങനെയാണ്: പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയതിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട കേസിൽ ഇന്ന് വഞ്ചൂർ കോടതിയിൽ ഹാജരായി. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും പാലക്കാട് MLA-യുമായിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയിൽ നിന്ന് വിജയിച്ചു കയറിയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ഇരുപുരത്ത് നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ, കുന്നത്തൂരിൽ നിന്ന് വിജയിച്ച ഉല്ലാസ് കോവൂർ ഉൾപ്പെടെ UDSF-ന്റെ സഹപ്രവർത്തകരും കേസിലെ പ്രതികളാണ്. അങ്ങനെ കേസുകൾ കൊണ്ട് പ്രതിഷേധങ്ങളെ തളയ്ക്കാമെന്ന് കരുതിയവർക്ക് ജനാധിപത്യത്തിൻ്റെ അന്തിമ വിധി ജനങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു എന്നാണ് ഫാത്തിമ തഹ്ലിയ കുറിച്ചത്. പക്ഷേ ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയുടെ പോസ്റ്റിൽ കയറി നോക്കിയാൽ, പേജിൽ പോയി നോക്കിയാൽ ഈ പോസ്റ്റ് കാണാനില്ല. ഇത് പിൻവലിച്ച് ഓടിയിട്ടുണ്ട് ഫാത്തിമ തഹ്ലിയ. പിൻവലിച്ചു എന്ന വാർത്ത നൽകിയിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം വാരികയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബലാത്സംഗ കേസിൽ പ്രതിയായി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുലിനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഫാത്തിമ തഹ്ലിയ. വിവാദമായതോടെ പോസ്റ്റ് മുക്കി ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട് മലയാളം വാരികയുടെ ഓൺലൈൻ പതിപ്പിൽ. PK ഫിറോസും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. PK ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ്: പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിലുള്ള കേസിന് ഇന്ന് വഞ്ചൂർ കോടതിയിൽ ഹാജരായി. പ്രിയ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിഷ്ണു മോഹൻ, ഉല്ലാസ് കോവൂർ, ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ UDF-ന്റെ സഹപ്രവർത്തകരും കേസിലെ പ്രതികളാണ്. സംസ്ഥാനത്ത് ഉടനീളം ഇക്കഴിഞ്ഞ 10 വർഷമായി കേസിലകപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് കള്ളക്കേസുകളിൽ നിന്നുള്ള മോചനം കൂടിയായിരിക്കും കേരളത്തിലെ ഭരണമാറ്റം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് PK ഫിറോസ്. PK ഫിറോസ് പക്ഷേ പോസ്റ്റ് പിൻവലിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും വാർത്തയും ഫോട്ടോയുമുണ്ട്. ഫാത്തിമ തഹ്ലിയ പോസ്റ്റ് പിൻവലിച്ച് ഓടിയിട്ടുണ്ട്. ഈ പോസ്റ്റിനെതിരെ ഉയർന്നു വന്നു, ഈ ഫോട്ടോയ്ക്കെതിരെ ഉയർന്നു വന്നു. ഫാത്തിമ തഹ്ലിയ വലിയ പുരോഗമനവാദിയായ, സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആരാണ് ഫോട്ടോയിൽ മുന്നിൽ നിൽക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്, 3 ബലാത്സംഗ കേസിലെ പ്രതി. 3 ബലാത്സംഗ കേസിലെ പ്രതിയെ ഒപ്പം നിർത്തി ആഘോഷത്തോടെ ഫോട്ടോ എടുക്കാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല PK ഫിറോസിനും ഫാത്തിമ തഹ്ലിയക്കും. ഫാത്തിമ തഹ്ലിയ പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്ന നാണം കെട്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർക്ക് വിമർശനം വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതാണ് പ്രശ്നം. നിയുക്ത MLA ആണ്. വിമർശനം വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്ന ഫോട്ടോ എടുത്ത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത്. അതിനു മുമ്പ് തോന്നിയില്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടൽ ചെയ്തത് തെറ്റാണ് എന്ന തോന്നൽ, എന്ന ധാരണ ഇല്ല ഫാത്തിമ തഹ്ലിയ പോലെയുള്ള നിയുക്ത MLA-മാർക്ക് എന്നോർക്കണം. അതാണ് ഇതിൻ്റെ കാതലായ പ്രശ്നം. എന്ന് വെച്ചാൽ 4 UDF MLA-മാർക്ക്, ഫാത്തിമ തഹ്ലിയ, PK ഫിറോസ്, വിഷ്ണു മോഹൻ, ഉല്ലാസ് കോവൂർ എന്നീ 4 UDF MLA-മാർക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ചെയ്ത തെറ്റിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല, അത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ഫാത്തിമ തഹ്ലിയക്ക് പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നതും.